ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് പച്ചരിയുടെ ആവശ്യമില്ല. പച്ചരി ഇല്ലാതെ പുഴുങ്ങലരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ആപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പുഴുങ്ങലരിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സാണ് അളവായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു ഗ്ലാസ്സോ കപ്പോ അളവായിട്ട് എടുക്കുക. അരി നല്ല പോലെ തന്നെ വൃത്തിയായി കഴുകി എടുക്കുക. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നന്നായി കഴുകി ഇളം ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ കഴുകി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് 4 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ ഇതാ അരി നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുതിർക്കാൻ എടുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിയൊക്കെ നല്ലപോലെ വൃത്തിയായി കഴുകിയിട്ടാണ് നമ്മൾ കുതിർക്കാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് അരിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവിൽ കുതിർത്തതും ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ മാവ് അരച്ച് വെക്കുന്നത് അതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കുക. അവലിന് പകരം നിങ്ങൾക്ക് ചോറ് വേണമെങ്കിൽ ചോറ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആപ്പത്തിന് നല്ലൊരു വെള്ള കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ള അവിൽ തന്നെ എടുക്കുക. അല്ല നിങ്ങളുടെ കയ്യിൽ മട്ടവിൽ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. 1-2 പ്രാവശ്യം കഴുകി ഒന്ന് കുതിർത്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസാവാതെ കുറച്ചൊരു കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 തവി പുളിച്ച മാവാണ് കേട്ടോ. നമ്മൾ ഇഡലിയും ദോശയൊക്കെ മാവ് അരച്ച് വെക്കുമല്ലോ, അതിൻ്റെ ലാസ്റ്റായിട്ട് കുറച്ച് പുളിച്ച മാവ് വരും. അപ്പോൾ അങ്ങനെയുള്ള പുളിച്ച മാവ് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. ഇതുപോലെ ആപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെക്കുമ്പോൾ ചേർക്കാനായിട്ട് കേട്ടോ. അതിനിപ്പോൾ ഇതാ നമ്മൾ പുളിച്ച 1 തവി മാവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മാവ് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇത് നമുക്ക് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാൻ ഇതിപ്പോൾ തലേദിവസം രാത്രിയാണ് അരച്ച് വെക്കുന്നത്. രാത്രി അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ചുട്ടെടുക്കാൻ ഈസിയാണ്. കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് മാവ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ പുളിച്ച മാവ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലിപ്പോൾ നമ്മൾ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ രാവിലെ ചുട്ടെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. പുളിച്ച മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയോ അതുപോലെ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നമുക്ക് ആപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് നല്ല മാവൊക്കെ നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഈസ്റ്റും ബേക്കിംഗ് സോഡയൊക്കെ ഒഴിവാക്കി ഇതുപോലെ പുളിച്ച മാവ് കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ആപ്പമൊക്കെ ചുട്ടെടുക്കാനായിട്ട് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് തന്നെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ആപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടില്ലതാ നല്ല പോലെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തവിയിട്ടിട്ട് ഒരുപാട് നേരിട്ട് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് എല്ലാതും കൂടെ ഒറ്റൊരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പതയോടെ വേണം കേട്ടോ നമുക്ക് ചുട്ടെടുക്കാൻ. അപ്പോഴാണ് നമുക്കത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ആപ്പം ചുട്ടെടുക്കാനായിട്ട് ചട്ടി നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഇൻഡാലിയത്തിൻ്റെ കട്ടിയുള്ള ആപ്പച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ എണ്ണ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ആ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ ബബിൾസ് വന്ന് പൊട്ടുന്നില്ലേ, അതൊന്ന് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ആപ്പം ഇവിടെ റെഡി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അരികൊക്കെ നല്ലപോലെ മൊരിയിച്ച് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം. സോഫ്റ്റായിട്ട് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പച്ചരി ഇല്ലെങ്കിലും പുഴുങ്ങലരി വെച്ചിട്ട് നമുക്ക് ആപ്പം ചുട്ടെടുക്കാവുന്നതാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.